ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. CBSE 10th ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ ഒരു റിവിഷൻ പാക്കേജുമായാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഡിസംബറോടെ മിക്ക സ്കൂളുകളിലും മാത്തമാറ്റിക്സ് പോർഷൻ ഫുൾ കവർ ചെയ്തിരിക്കും. അപ്പോൾ റിവിഷൻ എന്ന നിലയിൽ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് റിവൈസ് ചെയ്ത് നമുക്ക് ഓരോ പോർഷൻസും കവർ ചെയ്യാം. ഇത്തവണ CBSE ടോട്ടൽ ചാപ്റ്റേഴ്സിന്റെ 30% ഡിലീറ്റ് ആക്കിയതിനാൽ കണ്ടന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായി മാത്തമാറ്റിക്സ് പഠിച്ച് A1 കരസ്ഥമാക്കാം. നമുക്ക് ഇന്ന് റിയൽ നമ്പേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് പോർഷൻ എന്താണ്? ഫസ്റ്റ് പോർഷൻ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇത് ബൈ ഹാർട്ട് ആക്കണം, എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണത്? എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക് അപ്പാർട്ട് ഇൻ വിച്ച് ദ ഓർഡർ ഓഫ് ദ പ്രൈം ഫാക്ടർ ഒക്കേഴ്സ്. അതായത് ഈ തിയറം പറയുന്നത് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിലേക്ക് എഴുതാം. നമുക്ക് 234 ഫാക്ടറൈസ് ചെയ്യാം. 234 ഈവൻ നമ്പർ ആയതുകൊണ്ട് ഫസ്റ്റ് പ്രൈം നമ്പർ 2 സെലക്ട് ചെയ്യാം. 122 122 റിമൈൻഡർ 1 14 7 2s are 14. Then 117 ഓഡ് നമ്പർ ആയതുകൊണ്ട് 3 പ്രൈം നമ്പർ സെലക്ട് ചെയ്യാം. ഇൻ 11 3 3s are 9 റിമൈൻഡർ 2 27 9 3s are 27. Then again 3 13 3s are 39. ഈ 13 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് 234 ഈക്വൽ ടു 2 into 3 into 3 into 13 2 into 3 into 3 into 13 that is 2 into 3 into 3 എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാം. 3 raised to 2 into 13. അതായത് 234ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് 2 into 3 square into 30. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സ്പ്രസ് 945 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് 945 യൂണിറ്റ് പ്ലേസ് 5 ആയതുകൊണ്ട് 5 is there. In 9 1 5s are 5 remainder 4. In 44 8 5s are 40 remainder 4. Then 45 9 5s are 45. Again it is an odd number. Then 3. In 18 6 3s are 18 9 3 3s are 9. Then again 3. In 6 2 3s are 6. Then 3 1 3s are 3. Then 3 7 3s are 21. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് ഡിവിഷൻ ഫിനിഷ് ചെയ്യാം. ദാറ്റ് ഈസ് 945 ഈക്വൽ ടു നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഈ പ്രൈം നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇവിടെ അസെൻഡിങ് ഓർഡർ ഫസ്റ്റ് 3 into 3 into 3 then 5 then 7 3 into 3 into 3 then 5 next 7. That is 3 into 3 into 3 in exponential form 3 raised to 3 into 5 into 7. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 945 is equal to 3 raised to 3 into 5 into 7. ഇനി ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ യൂസ് എന്താണ്? പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ LCM HCF ഇവ കാണുന്നതിനാണ് നാം ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ വൺ നമ്പർ A. ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് A ഈസ് 2 raised to 3 into 3 square into 5. Then another number B. Its prime factorization 2 square into 3 raised to 5 into 7. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCFും LCMും എങ്ങനെ കാണുന്നു നോക്കാം. അതായത് HCF of AB. HCF mean ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഈ രണ്ട് നമ്പേഴ്സിലും കോമൺ ആയ ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുക, അതില് ലീസ്റ്റ് പവർ സെലക്ട് ചെയ്യുക.
അതായത് കോമൺ ഫാക്ടേഴ്സ് വിത്ത് ലീസ്റ്റ് പവർ. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് 2⁻3, 2 square, 3 square, 3⁵. then 2⁻3, 2 square, ഇതില് ലീസ്റ്റ് പവർ 2. then select 2 square into 3 square, 3⁵, least power 2. then select 3 square. then its product is the HCF of A and B. then how to find out LCM? LCM of A and B equal to LCM കാണുന്നതിന് എല്ലാ ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുക, അതില് ഹയസ്റ്റ് പവർ ആൻഡ് സെലക്ട് ഹയസ്റ്റ് പവർ. ഫസ്റ്റ് 2 കൺസിഡർ ചെയ്യാം. 2⁻3, 2 square, ഇവിടെ ഹയസ്റ്റ് പവർ 3. then select 2⁻3 into 3 square, 3⁵, highest power 5. then select 3⁵ into ഇവിടെ 5 കോമൺ ആയിട്ടില്ല, എന്നാലും LCMന്റെ കേസിൽ 5 കൺസിഡർ ചെയ്യണം. 5 into then 7 also 7. then product of this number is the LCM of A and B. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് HCF and LCM of 24 and 64. first factorize 24 and 64. 24, then first 2, 12 2s are 24, again 2, 6 2s are 12, 2, 3 2s are 6. now 3 is a prime number, that is 2 into 2 into 2 into 3, that is 2⁻3 into 3, 2⁻3 into 3. then 64, 2, 32 2s are 64, again 2, 16 2s are 32, then 2, 82s are 16, 2, 4 2s are 8, 2, 2 2s are 4. then 1, 2, 3, 4, 5, 6 times, that is 2⁻6. then HCF of 24 and 64 equal to, select common factors, that is 2⁻3 and 2⁻6. here least power is 3, then select 2⁻3, it is equal to 8, that is HCF of 24 and 64 equal to 8. then LCM of 24 and 64 equal to, select all the numbers, first 2, then its highest power 6, that is 2⁻6 into, then select 3 also, 3, 2⁻6 is equal to 64 into 3 equal to 192. that is LCM of 24 and 64 is 192. its HCF is 8. next, relation between HCF and LCM. in the relation, HCF of two numbers into LCM of two numbers equal to product of the numbers. here A and B are two numbers, then HCF of AB into LCM of AB equal to product of AB, that is A into B. ഈ റിലേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം. ഇതിൽ നിന്നും വാട്ട് ഈസ് HCF ഓഫ് AB? ഇറ്റ് ഈസ് ഈക്വൽ ടു A into B ഡിവൈഡഡ് ബൈ LCM ഓഫ് AB. അതും ബൈ ഹാർട്ട് ചെയ്യാം. then what is LCM of AB? it is equal to product of the numbers A into B divided by HCF of AB. അതും ബൈ ഹാർട്ട് ചെയ്യണം. then HCF equal to product of the numbers A into B by LCM. LCM equal to product of the numbers A into B by HCF. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഫൈൻഡ് LCM and HCF of 5, 10 and 92 and verify LCM into HCF equal product of the numbers. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് LCM and HCF. ഫസ്റ്റ് ഫാക്ടറൈസ് 5, 10 and 92. then factors of 5, 10, 2 into 3 into 5 into 17, 92, 2 square into 23.
then HCF common factors with the least power 2. LCM with the highest power, that is into 2 square, then 3, 5, 17, 23. That is LCM equal to 23,460 and HCF equal to 2. Then also verify LCM into HCF equal to product of the numbers. അതായത് LCM ഉം HCF ഉം മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണ് വെരിഫൈ ചെയ്യണം. That is LCM into HCF equal to 2 into 23,460. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 46,920 എന്ന് കിട്ടുന്നു. Then product of the numbers 510 into 92. ഇതിന്റെ പ്രോഡക്റ്റ് 46,920. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണാം. ദാറ്റ് ഈസ് LCM into HCF equal to product of the numbers. ഇതാണ് ഇതിന്റെ വെരിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given that HCF of 81 and 54 equal to 27, find the LCM of 81 and 54. Then relation between these two is HCF into LCM equal product of the numbers. From this, what is LCM? LCM equal to product of the numbers A into B divided by HCF. Here A is equal to 81, B equal to 54. That is A into B means 81 into 54 divided by HCF given 27. We can cancel 81, 27 3 times. Then 54 into 3, 162. That is LCM of 81 and 54 is 162. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, റിലേഷൻ ബിറ്റ്വീൻ HCF ആൻഡ് LCM ഇവയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നാം റിവൈസ് ചെയ്തു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.